നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു കഥ പങ്കിടാൻ ഇഷ്ടപ്പെടുന്നു. അതിരിലെ വൃക്ഷം. ഒരിടത്ത് രണ്ട് അയൽക്കാർ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സ്നേഹിതരായിരുന്നു. ഒരു ദിവസം അവരിൽ ഒരാൾ തൻ്റെ അതിരിൽ നിൽക്കുന്ന ഒരു വൃക്ഷം വെട്ടുവാൻ ചെന്നപ്പോൾ സ്നേഹിതനായ അയൽക്കാരൻ തടഞ്ഞു. അയാൾ പറഞ്ഞു, വൃക്ഷത്തിൻ്റെ 3/4 ഭാഗവും എനിക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ പറമ്പിൽ വൃക്ഷത്തിൻ്റെ അല്പഭാഗമേ ഉള്ളൂ. മാത്രമല്ല, അതിൻ്റെ വേർ മുഴുവൻ എൻ്റെ പറമ്പിലാണ്. എൻ്റെ പറമ്പിലെ വളമെടുത്താണ് അത് വളർന്നിരിക്കുന്നത്. മറ്റേയാൾ പറഞ്ഞു, ഈ വൃക്ഷം നട്ടത് ഞാനാണ്. അത് വളർന്നപ്പോൾ തടി വണ്ണം വെച്ചതിനാൽ നിങ്ങളുടെ പറമ്പിലേക്ക് അല്പം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ വൃക്ഷം എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. എന്നാൽ പ്രശ്നം പരിഹരിപ്പാൻ 1/4 ഭാഗം നിങ്ങൾക്ക് തന്നേക്കാം. അയൽക്കാരൻ പറഞ്ഞു, അങ്ങനെ നീ ഔദാര്യം ഒന്നും കാണിക്കണ്ട. 3/4 ഭാഗം എനിക്ക് തരുമെങ്കിൽ ഇത് വെട്ടിയാൽ മതി. അങ്ങനെ സ്നേഹിതരായ അവർ തമ്മിൽ കലഹമായി. അവസാനം പ്രശ്നം നാടുവാഴിയുടെ അരികിലെത്തി. നാടുവാഴി ഇരുവരുടെയും ഭാഗം കേട്ടു. എന്നിട്ട് ഇരുവരും പകുതി വീതം എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. എന്നാൽ ആ തീരുമാനം ഇരുവർക്കും സ്വീകാര്യമായിരുന്നില്ല. അവസാനം നാടുവാഴി വൃക്ഷം വെട്ടി വിറ്റ് ഭണ്ഡാരത്തിൽ മുതൽ കൂട്ടുവാൻ കൽപ്പനയിട്ടു. ഇരുവരും നിരാശരായി മടങ്ങേണ്ടി വന്നു. അതിരിൽ വൃക്ഷങ്ങൾ നടുന്നത് പലർക്കും ഇഷ്ടമാണ്. അതിൻ്റെ പിന്നിലുള്ള സ്വാർത്ഥതയാണ് അതിന് കാരണം. അത് ദോഷകരമായ ഒരു പ്രവണതയാണ്. അയൽവാസികൾ ശത്രുക്കളാകുവാൻ ഇത് ഒരു നല്ല കാരണമാണ്. അയൽക്കാർ തമ്മിൽ വൈര്യമുണ്ടെങ്കിലും അതിരിങ്കലുള്ള അവരുടെ വൃക്ഷങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വൃക്ഷങ്ങൾ കൊണ്ടോ ശത്രുത? അയൽക്കാരൻ്റേത് അല്പമെങ്കിലും തൻ്റേതാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന ചിന്തയാണ് അതിരിൽ പിടിഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഈ പ്രവൃത്തികൾ എത്ര വിനാശകരമാണ്! നാടുവാഴിയുടെ തീരുമാനം ഒരാളെങ്കിലും അംഗീകരിച്ചിരുന്നെങ്കിൽ പകുതിയെങ്കിലും ലഭിക്കുമായിരുന്നു. എന്നാൽ തനിക്ക് കൂടുതൽ വേണമെന്ന ചിന്ത ഇരുവർക്കും വിനാശമായി. സ്നേഹിതനെ കൂടെ കരുതാതെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരിക്കലും നന്മയ്ക്ക് മുഖാന്തരമാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനേകം ഭവനങ്ങളിലും കാണാറുണ്ട്. ഇതുമൂലം ആയുഷ്കാലം മുഴുവൻ ശത്രുതയിൽ കഴിയുന്നവരുമുണ്ട്. സ്നേഹബന്ധത്തേക്കാൾ അല്പം സാമ്പത്തിക നേട്ടത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സ്നേഹവും സമ്പത്തും ഒരുപോലെ നഷ്ടപ്പെടും. മനുഷ്യൻ സമ്പത്തിന് വേണ്ടിയല്ല, സമ്പത്ത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുവാൻ നാം ഏവർക്കും സാധ്യമാവണം. മാത്രമല്ല, നാം മുഖാന്തരം അയൽക്കാരും മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ജീവിപ്പാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരും തങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇടയാകട്ടെ. വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12:21 ഇപ്രകാരം പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.